നബവി ഇമാമിന്റെ ബുസ്താനുൽ ആരിഫീൻ ഇതിൽ കാണാൻ ഒരു സംഭവം ഞാനത് വിശദീകരിച്ച് പറയുന്നില്ല. ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു ഇബ്രാഹിം റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നുണ്ട്. മഹാനവറുകൾ പറയുന്നു, ഞാൻ ബഹുമാനപ്പെട്ട അബുൽ ഖൈറു തൈനാത്തി തങ്ങളെ കാണാൻ പോയി. അബുൽ ഖൈറു തൈനാത്തി തങ്ങളെ കൂടെ ആയിരുന്നു. എനിക്ക് ആദ്യമായിട്ട് ചെന്നപ്പോൾ മഗ്രിബ് നിസ്കരിക്കാൻ അവസരം കിട്ടി. ഫസല്ലൽ മഗ്രിബ. അബുൽ ഖൈറു തൈനാത്തി തങ്ങൾ സൂഫികളിൽ മഹാനാണ്. അവർ മഗ്രിബ് നിസ്കരിക്കാൻ തുടങ്ങി. ഫലം യഖ്റഇൽ ഫാത്തിഹ. അന്നത്തെ നിസ്കാരത്തിൽ ഫാത്തിഹ തന്നെ ഓതിയില്ല. നിസ്കരിക്കാനില്ല, നിസ്കരിച്ച് നോക്കുമ്പോൾ ഫാത്തിഹ ഇല്ല. നബവി ഇമാം എന്താ പറഞ്ഞു ഈ സംഭവം ഉദ്ധരിച്ച്? മഹാനവറുകൾ ശക്തമായി പറഞ്ഞു, ഈ സംഭവം ഖുൽതു ഖദ് യതവഹമു മൻ യതശബ്ബഹു ബിൽ ഫുഖഹാ. കർമ്മശാസ്ത്ര പണ്ഡിതന്മാരാണെന്ന് ധരിച്ചു വെക്കുന്ന കോലം കെട്ടുന്ന ചിലരുണ്ട്. വലാ ഫിഖ്ഹ ഇൻദഹു. അവരെ സമീപത്ത് ഒരു ഫിഖ്ഹുമില്ല. അവര് ധരിച്ചു വന്ന സ്വലാത്ത് അബുൽ ഖൈർ ഹാദാ കാനത്ത് ഫാസിദ. അബുൽ ഖൈർ തൈനാത്തി റളിയല്ലാഹു അൻഹുവിന്റെ നിസ്കാരം ശരിയല്ലെന്ന് അവർ ധരിച്ചു. ആ ധാരണ തെറ്റാണെന്നും ഔലിയാക്കളുടെ പ്രവർത്തനങ്ങളെ നമ്മുടെ രൂപത്തിൽ മനസ്സിലാക്കരുതെന്നും ബൽ യജിബു തഅ്വീലു അഫ്ആലി ഔലിയാഇല്ലാഹി തആല. അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ പ്രവർത്തനങ്ങളെ അതിനെ വ്യാഖ്യാനിച്ച് അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് പറ്റിയ രൂപത്തിൽ ആക്കണമെന്ന് ബഹുമാനപ്പെട്ട ഇമാം നബവി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ബുസ്താനുൽ ആരിഫീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കൊണ്ടുവന്ന ഒരു സംഭവമാണ്. ഇവിടെ കുരുവട്ടൂരുകാരൻ കൃത്യമായ രീതിയിൽ കിതാബിന്റെ ഇബാറത്തുകൾക്കിടയിൽ നിന്ന് ഒരു കഷ്ണം മാറ്റിവെച്ച് മഹാനായ ഇമാം അബുൽ ഖൈറുൽ തൈനാത്തി റളിയല്ലാഹു അൻഹു നിസ്കരിച്ചപ്പോൾ ഫാത്തിഹ ഓതിയിട്ടില്ല, എപ്പോഴെങ്കിലും നിസ്കരിക്കലുള്ളൂ, നിസ്കരിച്ചു നോക്കുമ്പോൾ നിസ്കാരത്തിൽ ഫാത്തിഹ തന്നെ ഓതിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ അബുൽ ഖൈറുൽ തൈനാത്തി റളിയല്ലാഹു അൻഹുവിനെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കാൻ ഇവിടെ ശ്രമിച്ചത്. യഥാർത്ഥത്തിൽ മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു ആ സംഭവം വളരെ വ്യക്തമായി അവിടെ വിശദീകരിക്കുന്നുണ്ട്. കിതാബിൽ എന്താണുള്ളത്? മഹാനവർകൾ അവിടെ പറയുന്നുണ്ട്, ഇബ്രാഹിം റുഖി എന്നവര് ഒരു ദിവസം മഹാനായ അബുൽ ഖൈർ തൈനാത്തി റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി പോയതാ. അങ്ങനെ അവിടെ നിന്ന് മഗ്രിബ് നിസ്കരിച്ചു. ആ നിസ്കാരത്തിൽ ഫലം യഖ്റഇൽ ഫാത്തിഹത മുസ്തവിയൻ. മഹാനവർകളെ ഫാത്തിഹ ഓതിയത് ശരിയായ രീതിയിലല്ല ഓതിയത്. ഫാത്തിഹ ഓതിയിട്ടില്ല എന്നല്ല, ഫലം യഖ്റഇൽ ഫാത്തിഹത അത്ര മാത്രമേ നമ്മൾ കുരോട്ടൂർക്കാരൻ അവിടെ വായിക്കുന്നുള്ളൂ. ഫാത്തിഹ എന്നെ ഓതിയില്ലാന്ന് എന്നിട്ട് മുമ്പ് അതിന് അർത്ഥം പറയുന്നുണ്ട്. എന്നാൽ ഫാത്തിഹ ഓതിയിട്ടില്ല എന്നല്ല ഇമാം നബവി റളിയല്ലാഹു അൻഹു അവിടെ പറഞ്ഞത്. മറിച്ച് ഫലം യഖ്റഇൽ ഫാത്തിഹത മുസ്തവിയൻ, നേരായ രീതിയിൽ ഓതേണ്ട രീതിയിൽ ഫാത്തിഹ ഓതിയില്ല എന്നാണ് അവിടെ ഉള്ളത്. അപ്പം ഇപ്പൊ കുൽത്തു മാന ഇബ്രാഹിം റുഖി എന്നവർ പറയാണ്, ഞാൻ പറഞ്ഞു ഫീ നഫ്സി, എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞു, സഫറത്തി, എന്റെ ഈ യാത്ര വെറുതെയായി. മഹാനായ അബുൽ ഖൈർ തൈനാത്തി റളിയല്ലാഹു അൻഹുവിനെ കാണാൻ ചെന്നല്ലേ, ഇപ്പൊ നിസ്കാരത്തിന്റെ ഈ രൂപം ഇങ്ങനെ കണ്ടപ്പോൾ മഹാനവകൾ പറഞ്ഞു ഇതിപ്പോ ഒരു വേണ്ടാത്തൊരു യാത്രയായി പോയി എന്ന് മനസ്സിലേക്ക് കരുതിയിട്ടുള്ളൂ. ആ സംഭവം വളരെ വിശാലമായ ചരിത്രമാണ്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഏതായാലും ഇവിടെ സംഭവം എന്താണുള്ളത്? അബുൽ ഖൈർ തൈനാത്തി റളിയല്ലാഹു അൻഹു നിസ്കാരത്തിൽ ഫാത്തിഹ ഓതിയിട്ടില്ല എന്നാണോ ഇമാം നബവി റളിയല്ലാഹു അൻഹു കിതാബിൽ പറഞ്ഞത്? ഒരിക്കലും അല്ല. മറിച്ച് ഫാത്തിഹ ഓതിയിട്ടുണ്ട്, പക്ഷേ ആ ഓതിയ ഫാത്തിഹ ശരിയായ രീതിയിൽ ആയിരുന്നില്ല. അതാ ഫലം യഖ്റഇൽ ഫാത്തിഹത മുസ്തവിയൻ, നല്ല ഓതേണ്ട രീതിയിൽ ശരിക്കുള്ള രീതിയിലല്ല ഓതിയത്. ഈ സംഭവത്തിന് വിശദീകരിച്ചുകൊണ്ടാണ് മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു അവിടെ പറയുന്നത്, ഖുൽതു ഖദ് യതവഹമു മൻ യതശബ്ബഹു ബിൽ ഫുഖഹായി വലാ ഫിഖ്ഹ ഇൻദഹു. ഫിഖ്ഹ് എന്താണ് എന്ന് അറിയാത്ത ആളുകൾ, വലിയ ഫഖീഹാണ് എന്ന്, ഞാൻ വലിയ ഈഴമുള്ളവനാണ് എന്ന് നടിച്ചു നടക്കുന്ന ആളുകൾ ഇത് തെറ്റിദ്ധരിച്ചു പോകും. എന്ത്? മഹാനായ അബുൽ ഖൈർ തൈനാത്തി റളിയല്ലാഹു അൻഹുവിന്റെ ഫാത്തിഹ അദ്ദേഹം ക്ലിയറായ നല്ല രീതിയിൽ ഓതാത്തത് കൊണ്ട് ആ നിസ്കാരം സഹീഹ് അല്ല, ഫാസിദാണ് എന്ന് ചിലർ ഇത്തരം ആളുകൾ തെറ്റിദ്ധരിച്ചു പോകും. അതേസമയം ഫിഖഹിനെ സംബന്ധിച്ച് അറിയുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അതിന്റെ മസ്അല അറിയാം. എന്താണ് മസ്അല? എന്നിട്ട് മഹാനവർകൾ അവിടെ പറയുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിനെ ഔലിയാക്കന്മാരിൽ നിന്നാണെങ്കിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? തൈവീൽ ചെയ്യണം. ആ തൈവീൽ എങ്ങനെ ചെയ്യണം എന്ന് മഹാനവർകൾ അവിടെ വിശദീകരിക്കുന്നുണ്ട്. അതാ വജവാബു ഹാദാ മിൻ തലാസത്തി ഔജുഹിൻ, 3 നിലക്ക് ഈ ഫാത്തിഹ റെഡിയായി ഓതിയില്ല എന്നുള്ളതിനെ ന്യായീകരിക്കാൻ കഴിയും. ഏതാണെന്ന്? അഹദുഹ, ഒന്ന് അന്നഹു ജറാ മിൻഹു ലഹനുൻ ലാ യഖില്ലു ബിൽ മഅന. ഒന്നാമത്തത്, അർത്ഥത്തിന് ഹലലില്ലാത്ത രീതിയിൽ, അർത്ഥം മാറാത്ത രീതിയിൽ എന്തെങ്കിലും പിഴവ് സംഭവിച്ചാൽ, ഓത്തിൽ പിഴവ് സംഭവിച്ചാൽ അവിടെ നിസ്കാരം ഏതാവൂല? ഫാസിദാവൂല, നിസ്കാരം ബാത്തിലാവൂല. അത് ഇത്തിഫാഖ് എന്ന അഭിപ്രായമാണ്. രണ്ടാമത്തത് എന്താണ്? അത്താനി അന്നഹു മഗ്ലൂബുൻ അലാ ദാലിക ബിഖലലിൻ ഫീ ലിസാനിഹി, നാവിൽ എന്തെങ്കിലും ഖലലുള്ളത് കൊണ്ട് ചിലപ്പോൾ അങ്ങനെ ഉച്ചരിക്കാൻ കഴിയുള്ളൂ. ഫാത്തിഹ ഓതുമ്പോൾ ചില ആളുകളുടെ നാവിന് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ അവൻ അങ്ങനെ അത് ഓതാൻ കഴിയുള്ളൂ. എന്നാൽ അവൻ അങ്ങനെ ഓതിയാൽ മതി. അങ്ങനെ ഓതി എന്നതുകൊണ്ട് അവന്റെ നിസ്കാരം എന്താകൂല? ബാത്തിലാകൂല. അതും ഇത്തിഫാഖ് എന്ന അഭിപ്രായമാണ്. ഇനി മൂന്നാമത്തത്, അസ്സാലിസു അന്നഹു ലൗലം യകുൽ ലഹു ഉദുറുൻ, അവന് ഉദുറൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ഫഖിറാഅത്തുൽ ഫാത്തിഹത്തി, ഫാത്തിഹ തന്നെ ഓതുക എന്നത് ലൈസത്ത് ബിമുഅയ്യനത്തിൻ ഇൻദ അബി ഹനീഫത, മഹാനായ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ ഫാത്തിഹ തന്നെ ഓതണം എന്നുള്ള ഏതില്ല? നിർബന്ധമില്ല. ഫാത്തിഹ തന്നെ ഓതണം എന്നില്ല. അബൂ ഹനീഫ ഇമാമിന്റെ അടുക്കൽ അങ്ങനെയുണ്ട്. എന്നിട്ട് പറയാണ്, വലാ യൽസമു ഹാദൽ വലിയ, ഈ വലിയ എനിക്ക് നിർബന്ധമില്ല, അൻ യതഖയ്യദ ബിമദ്ഹബി മൻ ഔജബഹ,
ഫാത്തിഹ ഓതൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞ ആളുകളുടെ മദ്ഹബ് തന്നെ പിന്തുടരണം എന്ന് ആർക്ക് നിർബന്ധമില്ല? ഈ വലിയന് നിർബന്ധമില്ല. അപ്പൊ അതുകൊണ്ട് ഈ മൂന്നാലൊരു നിലക്ക് മഹാനവറുകളുടെ ആ ഫാത്തിഹ ഓതിയത് റെഡിയല്ല, ശരിയായില്ല എന്നുള്ളതിനെ തൗജീഹ് ചെയ്യണം എന്നാണ് മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടെ പറഞ്ഞത്. അല്ലാതെ മഹാനായ അബുൽ ഖൈർ തൈനാത്തി റളിയല്ലാഹു അൻഹു ഫാത്തിഹ തന്നെ ഓതിയിട്ടില്ല, ഫാത്തിഹ ഓതാതെയാണ് നിസ്കരിച്ചത് എന്ന് ഈ രീതിയിൽ പച്ചക്കള്ളം മഹാനവറുകളുടെ പേരിൽ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് എന്തിന്റെ പേരിലായാലും ഒരിക്കലും അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് ഇത്തരം കുരുവട്ടൂരുകൾ മനസ്സിലാക്കണം. ഇതുപോലെ ഒരുപാട് പച്ചക്കള്ളങ്ങൾ ഔലിയാക്കന്മാരുടെ പേരിൽ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ട് എന്തിനിത്തരം കള്ളത്തൊരീക്കത്തുകളെ പ്രചരിപ്പിക്കാൻ നടക്കണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത്തരം കള്ളത്തൊരീക്കത്തുകാർ മഹാന്മാരായ ഔലിയാക്കന്മാരുടെ പേരിൽ പടച്ചുണ്ടാക്കുന്ന ഇത്തരം വ്യാജ പ്രചരണങ്ങൾ, മഹാന്മാരായ പണ്ഡിതന്മാരുടെ കിതാബിലെ ഉദ്ധരണികൾ കട്ടുമുറിച്ചുകൊണ്ട് കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും അതിൽ നാം വഞ്ചിതരാവാൻ പാടില്ല. നമുക്ക് നമ്മുടെ മഹോന്നതരായ പണ്ഡിതന്മാർ സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ആ ആദർശങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി നാം നിലകൊള്ളുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഗ്രിബ് നിസ്കരിക്കാൻ തുടങ്ങി, ഫലം യഖ്റഇൽ ഫാത്തിഹ, അന്നത്തെ നിസ്കാരത്തിൽ ഫാത്തിഹ തന്നെ ഓതിയില്ല. അവർ മഗ്രിബ് നിസ്കരിക്കാൻ തുടങ്ങി, ഫലം യഖ്റഇൽ ഫാത്തിഹ, അന്നത്തെ നിസ്കാരത്തിൽ ഫാത്തിഹ തന്നെ ഓതിയില്ല. ഞാനിവിടെ എത്ര ഉഷാറായി പ്രസംഗിച്ചു വിചാരിച്ചോളൂ. എങ്ങനെയൊക്കെ ഞങ്ങൾ ഇവിടെ പറഞ്ഞാലും അതിന്റെ ഒന്നാമത്തെ ക്രെഡിറ്റും ഒന്നാമത്തെ അവകാശവും ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദിനാണ്. കാരണം അവിടെ നിന്നാണ് ഞങ്ങളെ ഇത് പറയിപ്പിക്കുന്നത്.